ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും മെൻ്റൽ മോഡൽസിൻ്റെ കോർ ഐഡിയ എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. 6 അന്തന്മാർ ആനയെ കാണാൻ പോയ കഥയുണ്ടല്ലോ, അത് മെൻ്റൽ മോഡൽസിൻ്റെ കോർ ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്യാനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. സോ എന്താണ് മെൻ്റൽ മോഡൽസ്? ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലുള്ള ഐഡിയാസോ മോഡൽസോ, അതിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിൽ യൂസ് ചെയ്യുന്ന ഐഡിയാസിനെയാണ് നമ്മൾ മെൻ്റൽ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മെൻ്റൽ മോഡൽസിൻ്റെ കോർ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേൾഡിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേനും നമുക്കിങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡൽസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സബ്ജക്റ്റിൽ നിന്ന് പല സിറ്റുവേഷൻസ് മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും യൂസ് ചെയ്യേണ്ടി വരും. കാരണം വേൾഡ് വളരെ ഇൻ്റർ കണക്റ്റഡ് ആണ്. നമ്മൾ ഈ സബ്ജക്റ്റൊക്കെ ഡിവൈഡ് ചെയ്തത് നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ടാണ്. പക്ഷെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പല പല സബ്ജക്റ്റുകളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡൽസ് യൂസ് ചെയ്താലേ നമുക്കൊരു യാഥാർത്ഥ്യത്തെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അതിനനുസൃതമായ തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് സാധിക്കും. മെൻ്റൽ മോഡൽസ് 1-2 എക്സാമ്പിൾ പറഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ മെൻ്റൽ മോഡൽസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. പക്ഷേ അതല്ലാതെ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, മാപ്പ് ഈസ് നോട്ട് ടെറിട്ടറി എന്ന് പറഞ്ഞൊരു മെൻ്റൽ മോഡലുണ്ട്. അതായത് മാപ്പും റിയാലിറ്റിയും ഒന്നല്ല, റിയാലിറ്റി സിംപ്ലിഫൈ ചെയ്താണ് മാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ആ ഒരു ബേസിക് ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ പല ന്യൂസും കാണാറില്ല, ഇങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി പോയിട്ട് വല്ല ആറ്റിലോ അല്ല എവിടെയെങ്കിലുമൊക്കെ പോയി വണ്ടി ഇടിച്ച് കയറുന്നത്. അത് ആ മാപ്പാണ്, അതായത് ആ കണ്ടിരിക്കുന്ന മാപ്പാണ് റിയാലിറ്റി എന്ന് വിചാരിച്ച് നമ്മൾ റോഡിൽ നോക്കാതെ പോയാലൊരു അവസ്ഥയാണ്. അപ്പം നമ്മൾ പല മാപ്പുകളും ഈവൻ ഈ മെൻ്റൽ മോഡൽസ് തന്നെ, ഐഡിയാസ് തന്നെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അതിന് എത്രത്തോളം റിയാലിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ നമുക്കത് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ളൊരു വേറൊരു മെൻ്റൽ മോഡലാണ് സർക്കിൾ ഓഫ് കമ്പീറ്റൻസ്. ഇത് ബിസിനസ് വേൾഡിൽ വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെൻ്റൽ മോഡൽ. സർക്കിൾ ഓഫ് കമ്പീറ്റൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ചാർലി മങ്കർ ദ ഇൻവെസ്റ്റർ പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്. അതായത് എനിക്ക് അറിയാൻ മേലാത്തൊരു ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല. ചിലപ്പോൾ ആ ബിസിനസ് സക്സസ്ഫുൾ ആവുമായിരിക്കാം, പക്ഷെ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു സംഭവം എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം നമുക്ക് പലപ്പോഴും നമുക്ക് എന്തൊക്കെ അറിയില്ല, എന്തൊക്കെ അറിയാമെന്നൊരു ധാരണ നമുക്ക് കാണില്ല. അപ്പോൾ ആ ഒരു ധാരണ ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പല അബദ്ധങ്ങളിൽ ചെന്ന് പാടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ലിമിറ്റേഷൻസ്, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ബ്ലൈൻഡ് സ്പോട്ട് അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെയൊക്കെ ഒരു മെയിൻ ലിമിറ്റേഷൻസ് അതാണ്. നമുക്ക് അങ്ങനെ ഒരു ബ്ലൈൻഡ് സ്പോട്ടിനെ പറ്റി ഒരു ധാരണയില്ല. 6 അന്തന്മാർ ആനയെ കാണാൻ പോയ കഥ ഇത് മനസ്സിലാക്കാൻ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അവർ 6 പേരും ആനയുടെ ഓരോ പാർട്ടി തൊട്ടിട്ട് അതാണ് ആനയെന്നാണ് വിചാരിച്ചത്. ഒരാൾ ആനയുടെ സൈഡിൽ തൊട്ടിട്ട് ആന ഒരു വാള്, ഒരു മതിൽ പോലാണ്. വേറൊരാൾ ആനയുടെ കാലിൽ തൊട്ടിട്ട് ആന ഒരു മരം പോലാണ്. അവർ ഓരോരുത്തരും എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യാണ്. ആന ഇങ്ങനെയാണ്, ആന അങ്ങനെയാണ്. ഈ കഥയിലൊരു 7ാമതൊരു അന്തനുണ്ടെന്ന് വിചാരിച്ച് ഇവർ പറയുന്ന ഓരോന്നും കേട്ടിട്ട് ഇവർ എല്ലാവരും ഒരേ ആനയെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത് മനസ്സിലാക്കിയാണ് അയാൾക്ക് ഇവരെക്കാട്ടിലൊരു ബെറ്ററായിട്ടുള്ള പിക്ചർ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മെൻ്റൽ മോഡൽസ് ലേൺ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ്. നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡൽസ് മനസ്സിലാക്കിയ വഴി റിയാലിറ്റിയുടെ നമുക്ക് പല അസ്പെക്റ്റിൽ നിന്ന് നോക്കിക്കാണുകയും എന്നാൽ ടോട്ടലായിട്ടൊരു ബെറ്ററായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ പലപ്പോഴും നമുക്കിങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡൽസ് ഒന്നും നമ്മുടെ മൈൻഡിൽ കാണില്ല. നമ്മൾ ചിലപ്പോൾ 1-2 സബ്ജക്റ്റ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മോഡൽസോ ഐഡിയാസോ നമ്മുടെ മൈൻഡിൽ കാണുള്ളൂ. പലപ്പോഴും അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് വെച്ച് ലോകത്തെ അളക്കാൻ നോക്കും.